മറ്റ് വാർത്തകളിലേക്ക് ഭീകരരെയും രാജ്യദ്രോഹ ശക്തികളെയും നിരീക്ഷിക്കാൻ ചില സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ. പെഗസസ് ഫോൺ ചോർത്തലിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. വിവരങ്ങൾ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടതാണ്. സത്യവാങ്മൂലത്തിൽ വെളിപ്പെടുത്തി പൊതുസംവാദത്തിന് ഇട നൽകില്ല എന്നും സോളിസിറ്റർ ജനറൽ നിലപാടെടുത്തു. ഹർജിയിൽ കേന്ദ്ര സർക്കാരിന് കോടതി നോട്ടീസ് അയച്ചു. വിവരങ്ങളുമായി കെ പി അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, എന്ന് വെച്ചാൽ പെഗാസസ് സോഫ്റ്റ്വെയർ തങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പരോക്ഷമായ സമ്മതമല്ലേ നടത്തിയിട്ടുള്ളത്? അതേസമയം ഇതിൻ്റെ വിശദാംശങ്ങൾ പൊതുസമൂഹ മധ്യത്തിലേക്ക് തരാനാകില്ല എന്നും ആ നിലപാടിൽ കാണാവുന്നതാണ്. മറ്റെന്തൊക്കെ പറഞ്ഞു കേന്ദ്രം കോടതിയിൽ? സനീഷ, പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ പ്രതിപക്ഷം ആവർത്തിച്ച് ചോദിച്ച ഒരു ചോദ്യമായിരുന്നു ഏതെങ്കിലും തരത്തിലുള്ള സ്പൈവെയറുകൾ ഉപയോഗിച്ചിട്ടുണ്ടോ, പെഗസസുമായി ഇടപാടുണ്ടോ എന്നുള്ളതല്ല. ആ ഘട്ടങ്ങളിലെല്ലാം കേന്ദ്ര സർക്കാർ നൽകിയ മറുപടി അത്തരത്തിൽ ഒരു ഇടപാടും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത വ്യക്തമാക്കിയത് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടും തീവ്രവാദ ശക്തികളെ സഹായിക്കുന്നതുമായി ബന്ധപ്പെട്ടും ഉള്ള നിരീക്ഷണങ്ങൾക്ക് വേണ്ടി ചില സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. എന്നാൽ ഏത് സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിച്ചത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു പൊതുസംവാദത്തിന് ഇടം നൽകുവാൻ ഒരുക്കമല്ല എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നേരത്തെ സമർപ്പിച്ച അഫിഡവിറ്റിൽ വ്യക്തതയില്ല. അതുകൊണ്ട് തന്നെ അധിക അഫിഡവിറ്റ് സമർപ്പിക്കാൻ തയ്യാറുണ്ടോ എന്ന കാര്യത്തിൽ ഇന്ന് നിലപാട് വ്യക്തമാക്കണമെന്നായിരുന്നു ഇന്നലെ സുപ്രീം കോടതി ആവശ്യപ്പെട്ടത്. അങ്ങനെ ഒരു അധിക സത്യവാങ്മൂലം സമർപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറല്ല. ഹർജിക്കാരുടെ സംശയങ്ങൾക്കുള്ള മറുപടി കഴിഞ്ഞ ദിവസം നൽകിയിട്ടുള്ള സത്യവാങ്മൂലത്തിൽ ഉണ്ട് എന്നുകൂടിയാണ് സോളിസിറ്റർ ജനറൽ വ്യക്തമാക്കുന്നത്. എന്തായാലും ഒരു കാര്യം കേന്ദ്ര സർക്കാർ സമ്മതിച്ചിരിക്കുകയാണ് സനീഷ്, രാജ്യസുരക്ഷയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് എങ്കിലും സോഫ്റ്റ്വെയർ ഉപയോഗിച്ച ആളുകളെ അല്ലെങ്കിൽ തീവ്രവാദ ശക്തികളെ ഉൾപ്പെടെ നിരീക്ഷിച്ചിട്ടുണ്ട്. ഈ നിരീക്ഷണ പട്ടികയിലേക്ക് ആരൊക്കെ വരുന്നു എന്നത് സംബന്ധിച്ച ഒരു കാര്യങ്ങളും പൊതുസംവാദത്തിന് തയ്യാറല്ല എന്നുള്ളതായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ മറുപടി. എന്തായാലും ഇപ്പോൾ സുപ്രീം കോടതി ഈ വിഷയം 10 ദിവസത്തിന് ശേഷം വീണ്ടും പരിഗണിക്കും. ഇപ്പോൾ നൽകിയിട്ടുള്ള സത്യവാങ്മൂലം വിശദമായി പരിശോധിക്കും. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതി നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ നോട്ടീസിന് കേന്ദ്ര സർക്കാർ നൽകുന്ന മറുപടിയും വളരെ പ്രധാനപ്പെട്ടതായി മാറും. അതോടൊപ്പം തന്നെ പെഗസസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി ഒരു വിദഗ്ധ സമിതിയെ രൂപീകരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നു. ഇങ്ങനെ ഒരു സമിതിയെ രൂപീകരിക്കുന്നതിന് എതിർപ്പില്ല എന്നുകൂടിയാണ് ഹർജിക്കാർ അറിയിച്ചിട്ടുള്ളത്. ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ എന്നത് കപിൽ സിബലാണ് ഇക്കാര്യം കോടതിയെ അറിയിച്ചത്. എന്നാൽ ഈ വിദഗ്ധ സമിതിയിൽ ആരൊക്കെ അംഗങ്ങളാകണം, വിദഗ്ധ സമിതിയുടെ ചുമതലകൾ എന്തൊക്കെ എന്നത് സംബന്ധിച്ച് പിന്നീട് തീരുമാനമെടുക്കാം എന്നുകൂടിയാണ് ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. ശരി, നന്ദി അഭിലാഷ് വിവരങ്ങൾക്ക്. ഭീകരരെ നിരീക്ഷിക്കാൻ ചില സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് കേന്ദ്രം കോടതിക്ക് മുമ്പാകെ സമ്മതിക്കുന്ന സാഹചര്യമാണുള്ളത്. പക്ഷേ അത് പെഗാസസ് ആണോ എന്ന കാര്യത്തിലൊന്നും അവർ എന്തെങ്കിലും പറഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല, അത്തരം കാര്യങ്ങൾ പൊതുജനമധ്യത്തിലേക്ക് ചർച്ചയ്ക്കായിട്ട് നൽകാൻ സാധിക്കുന്ന വിശദാംശങ്ങളല്ല എന്നും സർക്കാർ അഭിഭാഷകൻ അവിടെ നിലപാടെടുത്തു.